കൊല്ലം 1960. പട്ടാമ്പിയിൽ കിഴായൂർ എന്നൊരു ഗ്രാമം. അവിടെ വളർന്ന ഒരു കുട്ടിക്ക് ഏറ്റവും ഭ്രമം പുസ്തകങ്ങളോടും ആഴ്ചപ്പതിപ്പുകളോടാണ്. പുസ്തകം വായിക്കാൻ കിട്ടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. പാഠപുസ്തകമല്ലാതെ ഒന്നും വായിക്കാൻ കിട്ടില്ല. ഹൈസ്കൂൾ ലൈബ്രറിയിൽ പുസ്തകം വാങ്ങാനുള്ള ഫണ്ടുണ്ട്. ആ പുസ്തകം നിങ്ങൾ കുറച്ചെണ്ണം വാങ്ങിയിട്ട് ഹെഡ്മാസ്റ്ററുടെ അലമാരയിൽ വെച്ച് പൂട്ടിയിട്ട് ആ ആക്കുള്ള ഹെഡ്മാസ്റ്റർ ഉണ്ടാവും. അത് ഹെഡ്മാസ്റ്ററും വായിക്കില്ല. ഹെഡ്മാസ്റ്റർ മുറിയിൽ ചെന്നിട്ട് പുസ്തകം വായിക്കാൻ തരുമോ ചോദിച്ചാൽ ക്ലാസ്സിലിരുന്ന് പഠിക്കടാന്ന് പറഞ്ഞ ആട്ടും. അപ്പൊ അതുകൊണ്ട് ആകെ വായിക്കാൻ കിട്ടുന്നത് ഒരാഴ്ച പതിപ്പാണ്. 10 നയാ പൈസ വില. അത് വാങ്ങുന്ന ഒരു വീടുണ്ട്, കുറെ അകലെയാണ്. അവിടെ പോയ പഴയ ലക്കം വായിക്കാൻ കിട്ടും. ഇത് പറഞ്ഞ എന്താ വെച്ചാൽ കാലം മാറിയത് പറയാണ്. അങ്ങനെ ഇരിക്കെ ഗ്രാമത്തിൽ കുറച്ചും കൂടിയൊക്കെ പുരോഗമിച്ചു. ഈ ആഴ്ച പതിപ്പ് കൂടാതെ സിനിമാ മാസിക എന്ന് പറഞ്ഞിട്ട് കോട്ടയത്ത് ശങ്കരൻ നായർ ഇറക്കിയ ഒരു മാസികയും വന്നു. ചോദ്യോത്തരപംക്തി. കേരളത്തിലെ ഏറ്റവും നല്ല സിനിമാ തിയേറ്റർ ഏത്? ഉത്തരം കോഴിക്കോട് ഡേവിസൺ. അത് മനസ്സിൽ കടന്നു. പിന്നീട് ഡേവിസൺ തിയേറ്റർ കാണണമെന്ന് ആഗ്രഹം മനസ്സിൽ വെച്ചു. കോഴിക്കോട്ടേക്ക് വന്നാൽ രാത്രിയിലേക്ക് മടങ്ങിയെത്താൻ പറ്റില്ല. ജോലിയുടെ ഇന്റർവ്യൂവിന് കോഴിക്കോട്ടേക്ക് വിളിച്ചപ്പോൾ ഏതായാലും കോഴിക്കോട്ടേക്ക് വന്നു. ആദ്യം ഇന്റർവ്യൂ സ്ഥലത്തേക്ക് നല്ല പോയത്, ഇതൊന്ന് പോയി കണ്ടു. ഈശ്വര, തിയേറ്റർ എന്തൊരു മഹാത്ഭുതമാണ്! ഇതിന്റെ അകത്തൊക്കെ എങ്ങനെയാ കയറുക? ഇതിന്റെ അകത്തുനിന്ന് സിനിമ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. ആ അത്ഭുതം കണ്ടു കഴിഞ്ഞു. 2025 ഞാൻ താമസിക്കുന്നതിന്റെ അടുത്താണ് ഈ സ്ഥലം. അത് പൊളിച്ചിട്ട് അതിനുശേഷം അതിനേക്കാൾ പുരോഗതിയോടുകൂടി വന്ന പുഷ്പ തിയേറ്ററും പൊളിച്ചു, ഇതും പൊളിച്ചു. അത്ഭുതം എന്ന് പറഞ്ഞ് മനുഷ്യൻ പണിതതൊക്കെ പൊളിക്കും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതം എന്ന് പറയണത് ഏതും പൊളിക്കും. അങ്ങനെ വരുമ്പോ എന്താണ് കണ്ണുകൊണ്ട് കാണാനുള്ളത്? കാണാനുള്ളതുണ്ട്. ഇത് ഉദാഹരണം പറയുക. ഇന്ന് കെട്ടിടം എന്ന് പറയുന്ന ഒന്നും സ്ഥായിയായിട്ട് നിൽക്കുന്നതല്ല, മനുഷ്യനിർമ്മിതമാണ്. സ്ഥായിയായി നിൽക്കുന്ന എന്താ? ഒരു വീട്ടില് അച്ഛന് 2 മക്കളാണ്. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഏട്ടന് താമസിക്കാൻ ഒരു വീട് പണിതു. അത് കഴിഞ്ഞാൽ അന്ന് മതിലില്ല. മതിലൊക്കെ ഇപ്പൊ വന്നതല്ലേ. ഇപ്പോഴും സമുദ്രതീരത്തെ ഗ്രാമങ്ങളിൽ മതിലൊന്നുമില്ല. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ മുറ്റത്ത് കൂടെ വേറെ ആളുകൾ പോകും. അപ്പുറത്തന്നെ അനിയനും വീട് പണിതു. ജ്യേഷ്ഠന്റെ കല്യാണം കഴിഞ്ഞു, 2 മക്കളായി. അനിയന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. 2 പേരും കൃഷി ജീവിക്കുന്നു. ഒരുമിച്ച് കൃഷി ചെയ്യും. എല്ലാം തുല്യം.
ഏട്ടനും അനിയനും. എന്നിട്ട് അവര് നെല്ലുണ്ടാക്കും, അത് മെതിക്കും. അപ്പൊ മെതിക്കുന്നൊക്കെ പറയുമ്പോൾ പുതിയ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. കാരണം ഇപ്പൊ എല്ലാത്തിനും യന്ത്രം വന്നല്ലേ. പാല് കിട്ടുന്നത് പശുവിൽ നിന്നാണ് എന്നുള്ള വിവരം അറിയുമെന്ന് എന്നോട് തന്നെ ഒരു സ്വാമി ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അത്ര ചെറുപ്പല്ല കേട്ടോ, ആർക്കാ പറയാ, പാക്കറ്റല്ലേ. ഈ മെതി കഴിഞ്ഞിട്ട് നെല്ലായി കഴിഞ്ഞാൽ 2 കൂട്ടരും വീതം വെക്കും. 100 പറ നെല്ല് കിട്ടി, 50 പറ അനിയനായിട്ട് കൊടുക്കും, 50 പറ ഏട്ടനും. അനിയന്റെ വീട്ടിലേക്ക് പോകും. കല്യാണം കഴിച്ചിട്ടില്ല, സ്വയം ആഹാരം പാചകം ചെയ്തതൊക്കെ കഴിക്കും. അന്ന് രാത്രി ഇത് നടന്ന കഥയാണ്. നടന്ന കഥ ഐതിഹ്യം. ഏട്ടൻ ഭാര്യയുണ്ട്. എന്താ അല്ല, ഉറക്കം വരുന്നില്ല മീനാക്ഷി. അവനവിടെ ഒറ്റയ്ക്കാണ്, അവന് ഭാര്യയില്ല. എനിക്ക് ഇപ്പൊ 10 ദിവസം ഞാൻ പനി പഠിച്ചു കിടന്നു. ചികിത്സിക്കാൻ മീനാക്ഷി ഉണ്ടായി. മരുന്ന് വാങ്ങാൻ മക്കളെ അയച്ചു. കൂടുതൽ കാശ് അവനല്ലേ ആവശ്യം വരിക. അതങ്ങനെയാണ്. ഇനിയിപ്പോ അവനിപ്പോ ഒരു കല്യാണം കഴിക്കുക വെച്ചാൽ അതിന് കാശ് ചെലവല്ലേ അവന്. അവന്റെ കാര്യം ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്. അല്ല, വിഷമിക്കണ്ട. അതിപ്പോ എന്താ, അവന് വേണ്ടുന്ന സഹായമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അവന് കുറച്ച് 1 പറ നെല്ല് കൂടുതൽ കൊടുത്താണ്ട പകുതിയായിട്ട് വീതിച്ചത്. അത് പണ്ട് നിങ്ങൾ 2 പറ കൊടുത്തപ്പോ വേണ്ടാവുന്നല്ലോ. അവൻ അഭിമാനി, അങ്ങനെ വാങ്ങുന്നില്ല. നിങ്ങൾ കൊടുക്കുന്നത് ദാനം സ്വീകരിക്കാൻ നിൽക്കല്ല, വിവരമുള്ളവനാ. നിങ്ങൾ പണ്ട് 2 പറ കൊടുത്തപ്പോ എനിക്ക് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു പോയല്ലോ. അത് ശരിയാണ്. പിന്നെന്താ മാർഗം? അവനറിയണ്ട. വാതിൽ കൂടെ നോക്കിയപ്പോ കാണാണ്ട് നെല്ല് അവിടെ കൂട്ടിയിരുന്നു. നിങ്ങളൊരു പറ നെല്ലെടുത്തിട്ട് അതിനാ കൊണ്ടിട്ടോളൂ, അവന് കിട്ടുമല്ലോ. അത് നല്ല ഐഡിയ. 1 പറയോ 2 പറയോ ചാക്കിലാക്കി ചുമന്ന്. നിലാവുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകാൻ നിശ്ചയിച്ചു. ഈ അവസരത്തിൽ അനിയന് ഉറക്കം കിട്ടുന്നില്ല. പകുതിയായിട്ട് വീതിച്ചു. യഥാർത്ഥത്തിൽ എനിക്ക് പകുതി തരാൻ പാടില്ലാത്ത, എനിക്ക് കല്യാണം കഴിച്ചിട്ടില്ല, പ്രാരാബ്ധമില്ല, മക്കളില്ല, ആരോഗ്യവാനാണ്, പ്രശ്നമൊന്നുമില്ല. ഏട്ടന് ഭാര്യ, കുട്ടികള്, പ്രാരാബ്ധം, അസുഖം, പല കാര്യങ്ങളുമല്ലേ. ഏട്ടന് കുറച്ച് നെല്ല് കൊടുത്താലോ. അപ്പൊ മനസ്സ് പറഞ്ഞു, അതൊന്നും വേണ്ട. ഏട്ടൻ പറയും, നീ ഇപ്പൊ അതൊന്നും കൊണ്ടണ്ട, വേണ്ട പറയും. അപ്പൊ പിന്നെന്താ ചെയ്യ? ഏട്ടൻ അറിയണ്ട. ഏട്ടൻ നെല്ല് കൂട്ടിയിട്ട് കൊടുത്തിരിക്കും, കുറച്ച് കൊണ്ടുപോയിട്ട് ഇടാം. 2 പറ നെല്ല് ചാക്കിലാക്കി ഇവര് വരികയാണ്. വഴിയിൽ വെച്ച് കണ്ടു. ഇരുട്ടല്ലേ, ആരും ഉണ്ടാവില്ല എന്നാ വിചാരം. നേരിയ നിലാവേ ഉള്ളൂ. 2 പേരും കൂടി കൂട്ടിമുട്ടി. ഈ സ്ഥലം ലോകത്തിലെ ഏറ്റവും വലിയൊരു ദേവാലയമായിട്ട് മാറി.
തലീന്ന് പറയും. പ്ലസന്റ് വൈബ്രേഷനാണ് അവരെ ഇങ്ങനെ ചിന്ത ഉണ്ടാക്കിയത്. നല്ല ചിന്ത ഉണ്ടാക്കാൻ പ്ലസന്റ് വൈബ്രേഷൻ വേണം. അതിനെ സ്ഥലീന്ന് വിളിക്കും. അതിൽ നിന്നാണ് സ്ഥലം എന്ന വാക്ക് വന്നത്. അത് തളം കെട്ടിക്കിടക്കുമ്പോൾ അത് തളിയായി. തളവും അത് തന്നെയാണ്. ഇന്നും നമ്മൾ മനസ്സിലാക്കണം, സൽചിന്തകൾ വരുന്ന സ്ഥലങ്ങളാണ് തീർത്ഥാടന കേന്ദ്രങ്ങൾ. ചിലയിടത്ത് ചെന്നാൽ ദുശ്ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ ഉദാഹരണം വേറെ എപ്പോഴെങ്കിലൊക്കെ പറഞ്ഞോളാം. വലിയൊരു ദേവാലയമായിട്ട് മാറുമ്പോൾ വീണ്ടും വീണ്ടും ആ ദേവാലയത്തിന് പ്രസക്തി കിട്ടാൻ പറയാറുണ്ട്, ഈ സ്ഥലം ഇത്ര രണ്ടുപേർക്കും സൽചിന്ത തോന്നിയല്ലോ, ഇങ്ങനെ സൽചിന്ത കഴിഞ്ഞാൽ സിവിൽ കേസ് ഇത്ര ഉണ്ടാവുമോ, ക്രിമിനൽ കേസ് ഇത്ര ഉണ്ടാവുമോ? ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.